പാരീസ് എന്ന മഹാനഗരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന രൂപമാണ് ഈഫിൽ ടവർ. ഫ്രാൻസിൽ തുടരുന്ന അതിശൈത്യത്തിൽ വേറിട്ട കാഴ്ചയാണ് ഈഫിൽ ടവർ നൽകുന്നത്. നഗരത്തെ മഞ്ഞ് പൊതിഞ്ഞെങ്കിലും സഞ്ചാരികളുടെ ഒഴുക്ക് ടവർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ശൈത്യകാലത്തെ ഈഫിൽ ടവർ കാഴ്ചകൾ കണ്ടുവരാം. ലോകമെങ്ങുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് ഫ്രാൻസിലെ ഈഫിൽ ടവർ. ഓരോ വർഷവും ഏകദേശം 70 ലക്ഷത്തിലധികം സന്ദർശകരാണ് ഈഫിൽ ടവർ കാണാനായി എത്തുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകം ഇപ്പോൾ വ്യത്യസ്തമായ കാഴ്ചയാണ് നൽകുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തിൽ അതിന്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചതാണ് ഈഫിൽ ടവർ. ഗുസ്റ്റാവെ ഈഫൽ എന്ന ഡിസൈനറിന്റെയും സംഘത്തിന്റെയും അധ്വാനം. അദ്ദേഹത്തോടുള്ള ആദരവിന്റെ ഭാഗമായി ഈ സ്മാരകത്തിനും ഈഫൽ എന്ന് തന്നെ പേരും നൽകി. 2ാം ലോക മഹായുദ്ധകാലത്തും കോവിഡ് മഹാമാരിയുടെ കാലത്തും അടച്ചിട്ടതൊഴിച്ചാൽ 1889 മുതൽ ഈഫിൽ ടവർ എല്ലാ കാലത്തും സന്ദർശകർക്കായി തുറന്നിട്ടിരുന്നു. ഇപ്പോൾ അതിശൈത്യത്തിലും സഞ്ചാരികളുടെ വലിയ നിരയാണ് ഈഫിൽ കാണാൻ എത്തുന്നത്. മരങ്ങളിലും കെട്ടിടങ്ങളിലും പാതയോരങ്ങളിലും മഞ്ഞുവീഴ്ച അതികഠിനമാണെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ മഞ്ഞു പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈഫിൽ ടവറിനെ ക്യാമറകളിലേക്ക് പകർത്തുന്നു. ഫ്രാൻസിലെ ജനജീവിതത്തെ ശൈത്യം ബാധിച്ചു കഴിഞ്ഞു. ഹൈവേകളിലടക്കം പലയിടങ്ങളിലും ഗതാഗത തടസ്സം രൂക്ഷമായി തുടരുന്നു. പാരീസിലെ ചാൾസ് ഡി ഗല്ലെ ഓർലി വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകളിൽ 15% കുറയ്ക്കേണ്ടി വന്നു. ഫ്രാൻസിന്റെ ദേശീയ കാലാവസ്ഥാ പ്രവചന ഏജൻസിയായ മെറ്റിയോ ഫ്രാൻസ് കനത്ത മഞ്ഞുവീഴ്ച തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.